ഹായ് എവരിവൺ, ഇന്ന് ഞാൻ സിഗരറ്റ് ബോട്ടത്തിൽ എങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പോക്കറ്റ് വെച്ചുള്ള സിഗരറ്റ് ബോട്ടത്തിന്റെ ഫുൾ ആയിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് പോക്കറ്റ് വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് സിഗരറ്റ് പാനിന്റെ ക്രോച്ച് ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ഫ്രണ്ട് പീസ് ആണ്. ഫ്രണ്ട് പീസിലാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കളർ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ പാന്റിന്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇതിന്റെ വിഡ്ത്ത് 7 ഇഞ്ചും ലെങ്ത് 12 ഇഞ്ചും ആണ്. ഇനി ഓപ്പൺ സൈഡിൽ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ പോക്കറ്റ് കട്ട് ചെയ്ത് മാറ്റാം. പാന്റിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സാധാരണയായിട്ട് പോക്കറ്റ് വെക്കാറുള്ളത്. നിങ്ങൾക്ക് വേണേൽ രണ്ട് സൈഡിലും വെക്കാം. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പോക്കറ്റ് വെക്കുന്നത് അവിടെ ഇതുപോലെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. പാന്റിന്റെ നല്ല സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ പോക്കറ്റ് ഇതുപോലെ നിവർത്തിയിട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്നത് പോക്കറ്റിന്റെ ഉൾവശമാണ്. നിങ്ങളിപ്പോ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ ഉൾവശം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു പ്രിന്റഡ് മെറ്റീരിയലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയാണ് ചേർത്ത് വെക്കേണ്ടത്. പോക്കറ്റിന്റെ ഇവിടെ നിന്നും താഴോട്ടേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ 1/2 ഇഞ്ച് വിത്ത് കൂടി മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും താഴേക്ക് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടെയും 1/2 ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്യണം. പോക്കറ്റിനുള്ളിൽ നമ്മുടെ കൈ കടത്താനുള്ള ഗ്യാപ്പാണ് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും 6 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കളർ ത്രെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ രണ്ട് കോണുകളിലും സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി പോക്കറ്റ് നേരെ പകുതിയായിട്ട് മടക്കി കൊടുക്കാണ്. നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ മാർക്കിംഗ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ മാർക്കിങ്ങിൽ നിന്നും പോക്കറ്റിന്റെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പോക്കറ്റ് മാത്രമായിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പോക്കറ്റ് മറിച്ചിടാം. പോക്കറ്റിന്റെ എല്ലാ സൈഡും ഇതുപോലെ ഒരേ ലെവലിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് പോക്കറ്റ് പാന്റിന്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാണ്. വീഡിയോയിൽ കാണുന്ന പോലെ പോക്കറ്റ് ഒരേ ലെവലിൽ മടക്കി കൊടുക്കണം. അപ്പോൾ പോക്കറ്റിന്റെ ഒരു സൈഡ് ഇതുപോലെ പുറത്തേക്ക് കാണാം. വേണമെങ്കിൽ പുറത്തൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പോക്കറ്റിന്റെ രണ്ട് സൈഡിലും ഞാൻ മെയിൻ മെറ്റീരിയലോട് ചേർത്തിട്ട് പിന്നെ ഊത്തി കൊടുക്കാണ്. എന്നിട്ട് പോക്കറ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വിത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോക്കറ്റിന്റെ ഓപ്പണിംഗ് ക്ലോസ് ആയി പോകത്ത് അതിനടുത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാന്റിന്റെ ബാക്ക് വശം കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തോട് ബാക്ക് പീസിന്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ 1/2 ഇഞ്ച് വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്ലോസ് ആയി പോകരുത്, അതൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ പോക്കറ്റിന്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ട് പാന്റിന്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കാം. അങ്ങനെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മടക്കി തയ്ച്ചു. അപ്പൊ നമ്മുടെ പോക്കറ്റിന്റെ മുകൾ ഭാഗം ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ പോക്കറ്റിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കളർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് പുറമേ നിന്ന് ഇങ്ങനെ പോക്കറ്റ് മനസ്സിലാവുന്നത്. നിങ്ങൾ സെയിം കളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.